രക്ഷിക്കണേ. ദൈവമേ, അപേക്ഷിച്ചപ്പോ തന്നെ നേരിട്ട് അനുഗ്രഹിച്ചല്ലോ എന്റെ ഈശ്വര. സ്വാമി സോറി. തേങ്ങ കൊണ്ട് തലക്കെറിഞ്ഞിട്ടാണോ സോറി പറയുന്നത്? അയ്യോ, മനഃപൂർവ്വമല്ല. തേങ്ങ കല്ല് തട്ടി തെറിച്ചതാ. അടിക്കുമ്പോഴേ സൂക്ഷിച്ചടിക്കണം. എന്താടി അത്? തേങ്ങയോ? തേങ്ങയല്ല, മാങ്ങ. നീ വാ. എന്താടി ഉണ്ടായേ? ഒന്നുമില്ല ചേച്ചി. ഏതാടാ പെൺകുട്ടി? നല്ല ഐശ്വര്യമുള്ള മുഖം. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇതിനു മുമ്പ് ഒരു ദിവസം ബസ്സിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറ. രണ്ടുപേരും കൂടി കുണുങ്ങണ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇത് ലൈൻ തന്നെ. ഇപ്പോഴത്തെ പ്രേമൊക്കെ ബസ്സിൽ നിന്നല്ലേ തുടങ്ങണത്. എടാ, ഇത് ഇന്നലെ നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ട പെണ്ണല്ലേ? ആണെന്നാ തോന്നുന്നേ. ആണെന്നാ തോന്നണേ. നീ ആള് കൊള്ളാലോ. അറിയില്ലാന്നും പറഞ്ഞ് നീ നമുക്ക് ടാക്കായിരുന്നല്ലേ? അനാവശ്യം പറയരുത്. ആ പെണ്ണി ഹോസ്റ്റലാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ ഇപ്പഴാ. ഇത് രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നൊരു സംശയം. ബസ്സിൽ വെച്ചൊരു കണ്ണേർ, അമ്പലത്തിൽ വെച്ചൊരു തേങ്ങേർ. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? പൊന്നപ്പ, നീ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കല്ലേ. എന്താടാ രണ്ടുപേരും കൂടി കൊച്ചു വെളുപ്പാൻ കാലത്ത് കയ്യും കാലും പൊക്കി കളിക്കണത്? ഈ സമയത്ത് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ? എനിക്ക് ബഹത്തിട്ട് വയറ് കത്തിക്കാറുണ്ടാ? സുന്ദര അറിഞ്ഞ ഇവനും ആ ഹോസ്റ്റലിലെ പെണ്ണുമായിട്ടില്ലേ? ലൈനാ എങ്കിൽ ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യവിടെ ദേടാ പൊന്നപ്പ, ഈ നൈറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണാ? മിസ്അണ്ടർസ്റ്റാൻഡിംഗ്? ആ, ഇതാണ് നിനക്കൊന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെന്ന് പറയണത്. എടാ മിസ്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി. അണ്ടർസ്റ്റാൻഡിംഗ്, അടിയിൽ നിൽക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി അടിയിൽ നിൽക്കുന്നു. ഏത് കോളേജിലാ പഠിച്ചത്? കോളേജിലോ? ഞാനോ? എന്റെ പട്ടി പോവും. ഇവൻ കോളേജിൽ പോയിരുന്നെങ്കിലോ?